അറിയില്ല കേട്ടോ എന്താണ് ഈ സീസൺ മുഴുവൻ ഇങ്ങനത്തെ കണ്ടന്റ് ആയിരിക്കുമോ? തൊട്ടു തൊട്ടില്ല, പിടിച്ചു പിടിച്ചില്ല. ഇതേ പിന്നെയും തുടങ്ങിയിട്ടുള്ള റെന അവിടെ കിടന്ന് കരയാനായിട്ട്. റെനയും ബിന്നിയുടെ ഗെയിം വെറുതെ കളയരുതട്ടാ. ഇതേ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ വെറുതെ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം. അവിടെ ഒരു എനിക്ക് അറിഞ്ഞൂടാ അത് എന്തിനാണ് റെന പോയി അവിടെ കടന്ന് അവിടെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കിയത്. ഒന്നാമത് ബോധമില്ലാത്ത ആള്, പിന്നെ കൂടുതൽ ഉറക്കത്തിൽ വരുന്ന ആള്, എന്ത് ബോധമാണ് ആ മനുഷ്യൻ ഉണ്ടാവുമെന്ന്. പിന്നെ ഇത് വലിയൊരു ബിഗ് ബോസ് ഹൗസിലല്ലേ. ബിഗ് ബോസ് ഹൗസിൽ ഞാൻ എപ്പോഴും പറയും നിങ്ങളോട്, ഇത്ര സേഫസ്റ്റ് പ്ലേസ് വേറെ ഒന്നുമില്ല ഈ ലോകത്ത്. ശരിക്കും പറയാലോ, ബിഗ് ബോസ് ഹൗസ് ആണ് ഏറ്റവും സേഫസ്റ്റ്. അവിടെ എന്ത് നടന്നാലും പുറത്ത് അതേപടി ആൾക്കാർക്ക് പ്രൂവ് ചെയ്യാനും പറ്റും. അതിനൊരു ക്ലിപ്പും ഉണ്ടാവും, എന്തും ഉണ്ടാവും. അപ്പം എന്തെങ്കിലും അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് കാണിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് കേസ് ഫയൽ ചെയ്ത് അതിന്റെ പ്രൂഫ് വരെ കിട്ടാവുന്നതാണ്. അപ്പൊ എന്തിനാണ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് ഇത്ര പ്രശ്നം ഉണ്ടാക്കുക? പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കേസുകളൊക്കെ എടുത്തിട്ട് പ്രശ്നമാക്കാതെ ഗെയിം കളിക്കാൻ നോക്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ആര്യൻ എന്നുള്ള വ്യക്തി ശരിക്കും പറഞ്ഞാൽ റിയൽ ആണ് കേട്ടോ. റിയൽ ആണ്, പച്ച മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താണോ അവന്റെ ഇമോഷൻ അതങ്ങനെ കാണിക്കും ആര്യൻ. ഇന്ന് തന്നെ കണ്ടില്ലേ, മസ്താനി പോയപ്പോൾ ഇമോഷൻ ഉണ്ടല്ലോ, അത് റിയൽ ഇമോഷൻ ആണ്. അവർക്ക് ശരിക്കും ഫീൽ ചെയ്തു. അപ്പാനി പോയപ്പോൾ മസ്താനി കാണിച്ചിട്ടുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ, വളരെ മ്ലേച്ഛമായ ഒരു കാര്യമായിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് നോട്ട് അപ്രീഷിയേറ്റഡ്. ഒരു ബിഗ് ബോസ് ഷോയിൽ, ഒരു സ്പോർട്ടീവ് ഷോയിൽ ഒരാൾ ആ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളത് എടുക്കരുതെന്ന് ഞാൻ പറയാം. അതേ കാര്യം തന്നെ ഇവിടെയും പറയുന്നുണ്ട്. ഇന്ന് ആരും കാണിച്ചത് കറക്റ്റ് ആണോ വെച്ചാൽ ഞാനല്ല എന്ന് പറയും. അവരും ആരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അത് അനുമോള് പറയുന്നത് കറക്റ്റ് ആണ്. അത് കാണിക്കേണ്ടിയിരുന്നില്ല. അവര് കാണിച്ചെന്ന് വെച്ചാൽ നിങ്ങളും കാണിക്കേണ്ട ആവശ്യമില്ല. അത് പക്ഷെ അവർ കാണിക്കും. ആര്യൻ എന്നുള്ള വ്യക്തി അങ്ങനെയാണ്. ജിസേൽ അതിനൂടെ കൂടിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മേ ബി ആര്യനും ജിസേൽ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കാം. പക്ഷെ രണ്ടുപേരും റോങ് ആണ് ആ കാര്യത്തിൽ. ഞാൻ എപ്പോഴും പറയും, ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോരുമ്പം ആരായിക്കോട്ടെ, അവരെത്ര മോശമായിട്ട് ചെയ്താലും അവര് പോകുമ്പോ ഇതേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യം? പക്ഷെ അവരുടെ ആ ടീമിന്റെ റിവെഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി എന്തായാലും ഇനി ഇനി അങ്ങനത്തെ ഗെയിമൊക്കെ എങ്ങനെയാന്ന് അനുസരിച്ചായിരിക്കും ഇനി വോട്ടിങ്ങും ഇതൊക്കെ വരിക. നിങ്ങൾ നിങ്ങളുടെ ഇത് കാണിച്ചു, ഓക്കെ ഫൈൻ. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നില്ല. മസ്താനി കാണിച്ച് തെറ്റ്, നിങ്ങളും കാണിച്ച് തെറ്റെന്ന് ഞാൻ പറയുള്ളൂ. ഇനി അടുത്തത് പറയാനുള്ളത്, ഈ മസ്താനി കാണിച്ച ഒരു വേറെ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രവീൺ പോയല്ലോ, അതിനു മുമ്പ് പ്രവീൺ പോയപ്പം പുള്ളിക്കാരി ഭയങ്കര കരച്ചില്. അപ്പൊ പറഞ്ഞ ജിസേലിൽ ഒരു ഡയലോഗ് ഉണ്ട്, മസ്താനിക്ക് ശരിക്കും അതങ്ങ് കൊണ്ടു കേട്ടോ. കാരണം ജിസേല് അതാണ് മസ്താനി തിരിഞ്ഞു പോലും നോക്കാതെ രണ്ടുപേരോട് മാത്രം ഹാൻഡ് ഷേക്കില്ല. അത് ജിഷിനും ലക്ഷ്മിയോട് മാത്രം ബൈ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും മുഖത്ത് പോലും നോക്കാതെ പോയത്. അതുകൊണ്ടാണ് ജിസേല് പറഞ്ഞു. പ്രവീൺ പോയപ്പം ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. ആ സമയം ഞങ്ങളുടെ ശരത്ത് പോയപ്പം ഞങ്ങൾ കരഞ്ഞപ്പം മസ്താനി ചിരിച്ചു. ഇമോഷണലിന് ഒട്ടും വില കൊടുത്തില്ല. ഇന്ന് കരഞ്ഞല്ലോ, 2 ആഴ്ച പരിചയമുള്ള ഒരാളെ കണ്ടപ്പം, 2 ആഴ്ച പരിചയമുള്ള ഒരാൾ പോയപ്പം മസ്താനി എന്തുകൊണ്ട് കരഞ്ഞു? അത് ജസ്റ്റ് നല്ലൊരു പോയിന്റാണ് ജിസിൽ പറഞ്ഞത്. അത് മസ്താനിക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു പോലും നോക്കാതെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയത് കേട്ടോ. അതാണ് മസ്താനിയുടെ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഗെയിം ഉണ്ടല്ലോ, വന്ന ഡേ തൊട്ട് ഒരു ഗെയിം 0 ആക്കി കൊണ്ടുപോയ ഒരു ആളാണ് മസ്താനി. ഈ ഗെയിം എല്ലാം കണ്ടിട്ട് അവിടെ ചെന്നിട്ടും നിങ്ങൾ കണ്ടിട്ട് മുഴുവൻ അവിടെ കൊണ്ടുപോയി ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോഴേക്കും നിങ്ങൾ ചെയ്യുമ്പോഴേക്കും അത് ഉൾട്ടടിക്കും. മനസ്സിലായോ? തിരിച്ചു വരും. അത് അങ്ങനെ ജെല്ലാവൂല. ഇത് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അറിവുണ്ടല്ലോ, അതനുസരിച്ചൊരു ഗെയിം കളിക്കാം. അല്ലാതെ അവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഗെയിം കളിച്ചിട്ട് ഒരു കാര്യമില്ല. മസ്താനിയെ ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? അതിൽ എന്ത് ജസ്റ്റിഫിക്കേഷനാണ് മസ്താനി പറയുന്നത്? അപ്പൊ അത് കളക്കള്ളിയാണ് അല്ലേ? അതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. മസ്താനിക്ക് പറ്റിപ്പോയ തെറ്റതാണ്. ഫസ്റ്റ് വീക്കില് എല്ലാ നെഗറ്റീവും പറഞ്ഞ് കളിച്ചു. എന്നിട്ട് പോസിറ്റീവായ ഒരാളുടെ കൂടെ പോയി നിന്നു. മസ്താനി പറഞ്ഞു, ഞാൻ പോസിറ്റീവ് ഒന്നും ഒരാൾക്ക് പറഞ്ഞു കൊടുത്തില്ല. പോസിറ്റീവായ ആളുടെ പോയി നിന്നപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. പിന്നെ സെക്കൻഡ് വീക്കിൽ മസ്താനി ശരിക്കും വോട്ടിങ്ങിൽ വന്നപ്പം ശരിക്കും പറഞ്ഞ പോയിന്റ് പറഞ്ഞ അടുത്തൊന്നും പോയിന്റ് പറഞ്ഞിട്ടില്ല. കളിയുടെ ഗെയിംസിലൊന്നും പുള്ളിക്കാരി ആക്റ്റീവായിട്ട് നിന്നിട്ടില്ല. പിന്നെ അതുകൂടാതെ ഈ പ്രശ്നം കൂടെ വന്നപ്പോൾ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ ഒരു റീസൺ ഇല്ല. അതാണ് പ്രശ്നം. അവിടെ മസ്താനി പോയി. അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ മസ്താനിക്ക് ശരിക്കും കാലിബർ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാലിബർ ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ല.
വളരെയധികം പാളിപ്പോയി, ഗെയിം പാളിപ്പോയ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മസ്താനി. സംസാരിക്കാൻ അറിയാം, എല്ലാം അറിയാം, പക്ഷെ പക്ഷെ കാര്യങ്ങൾ കറക്റ്റ് രീതിക്ക് സംസാരിക്കാനൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം. പക്ഷെ എവിടെ പറയണം, എന്ത് പറയണം എന്നറിയില്ല. ആൾക്കാരെ മോശമായ ആംഗ്യം കാണിക്കുക, ഭാഷ സംസാരിക്കുക, ഇതൊക്കെ മോശമായ കാര്യം പുള്ളിക്കാരും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് തന്നെയാണ് ബാക്ക് ഫയർ ചെയ്തത്. എന്നിട്ട് ഒരാൾ പുറത്തു പോയപ്പം ആ മോശം ഭാഷയ്ക്കാണ് പുറത്തു പോയെന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയ ആള് അയാളും അത് തന്നെ. അപ്പൊ ആൾക്കാർക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും മസ്താനി. അവിടെ നിന്നാണ് മസ്താനിയുടെ ഗെയിം മൊത്തമായിട്ട് സീറോ ആയത്. പിന്നെ പ്രവീണിന്റെ കാര്യം ഞാൻ പറയാം. പ്രവീൺ ശരിക്കും പറഞ്ഞാൽ ഫെയർ എവിക്ഷൻ അല്ല. പ്രവീൺ ഇസ് നോട്ട് എ ഫെയർ എവിക്ഷൻ. പ്രവീൺ മസ്താനി എന്ന് വെച്ച് നോക്കുമ്പം മസ്താനിയുടെ ഗെയിംസ് പാളിപ്പോയോണ്ടാണ് മസ്താനിക്ക് വോട്ട് വരാഞ്ഞത്. കണ്ടന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഗുഡ് കണ്ടന്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് അല്ലേ. കണ്ടന്റ് മാത്രമല്ല, ഗുഡ് ആയിട്ടുള്ളൊരു നല്ല വാല്യുബിൾ നമുക്കൊരു ഓഡിയൻസിൽ കണ്ടു കഴിഞ്ഞാൽ ഇവൾക്ക് കൊള്ളാം, ഇവൾക്ക് കൊടുക്കണം എന്ന് തോന്നണം. അങ്ങനത്തെ ഒരു റിയാക്ഷൻസ് ആണ് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പ്രവീണും പറ്റിപ്പോയത് അതായിരിക്കും എനിക്ക് തോന്നുന്നു. കിച്ചണിൽ തന്നെ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നെങ്കിലും മെയിൻ ഇഷ്യൂസിലോ മെയിൻ കാര്യത്തിലൊന്നും പുള്ളിക്കാരന് ഷൈൻ ചെയ്യാൻ പറ്റിയില്ല. അത് ഈ ടാസ്കിലാണെങ്കിലും പുള്ളിക്കാരന് കിട്ടിയതൊക്കെ ഒരു എക്സ്പോഷർ വളരെ മിനിമലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും പുള്ളിക്കാരന് അത്ര ഷൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കിച്ചൺ ക്യാപ്റ്റനായിട്ട് പുള്ളിക്കാരൻ ഷൈൻ ചെയ്തു. അവിടെയും പാർഷ്യാലിറ്റി ഒക്കെ കാണിച്ചപ്പം ആൾക്കാർക്ക് അതാണ് പ്രശ്നം. ഒരു നെഗറ്റീവ് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് തോന്നും, അത് മനസ്സിൽ കിടക്കും. നെവീനോട് ചെയ്തു, പക്ഷെ അനുമോളോട് പ്രശ്നം, അതും അനുമോളോട് പ്രശ്നം, പോയിന്റ് ടു ബി നോട്ടഡ്. ബാക്കി അഭിലാഷിനോട് കുഴപ്പമില്ല. അപ്പൊ അത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഒരു പാർഷ്യലാണെന്ന് തോന്നി കാണും. അതായിരിക്കും നെവിൻ പോകാൻ കാരണം. അല്ലെങ്കിൽ നെവിൻ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ മറ്റു പലരെക്കാളും കൂടുതൽ നിൽക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് പ്രവീൺ, നോ ഡൗട്ട് അബൌട്ട്. പക്ഷെ അത് എന്തുകൊണ്ടോ നടന്നില്ല. അപ്പോൾ പ്രവീൺ ഔട്ടായി. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറേ ഡിസ്കഷൻ ഉണ്ടായിരുന്ന ഒനീലിൻ്റെ വിഷയമാണ്. ഒനീലിൻ്റെ വിഷയം ഓൾറെഡി സോൾവ്ഡ് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വല്ല പറയാൻ. അത് സോൾവ്ഡ് ആണ് കേട്ടോ. അത് നേരമേ സോൾവ് ആയി, പ്രൊമോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമായിരുന്നു. അത് എന്താ അടിക്കുന്നു. പക്ഷെ അത് ലക്ഷ്മി സോറി പറഞ്ഞു ഓപ്പണായിട്ട്. പിന്നെ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി എല്ലാം സമ്മതിച്ച് സോറി പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം. പുള്ളിക്കാരി ആദ്യം തന്നെ സോറി പറയാൻ റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അത് അങ്ങനെ. പിന്നെ ക്യാപ്റ്റൻ, പിന്നെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഡിസ്കഷനാണ്. ചെറിയ ഡിസ്കഷനിൽ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജിസലിന്റെ ഫേവറിറ്റിസം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഫേവറിറ്റിസം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഫേവറിറ്റിസം ഉള്ളതുകൊണ്ടാണ് ഈ അക്ബറിനൊക്കെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പോലും ജിസലിന് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത്. ജിസൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കൊന്നും ജിസലിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ലാലേട്ടൻ ചോദിച്ചൊരു ഗുഡ് ക്വസ്റ്റ്യനാണ്. ശരിക്കും അത് എത്തിയോന്ന് അറിയത്തില്ല. ജിസൽ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കും, എല്ലാം കൊടുക്കും, എല്ലാവരും ഗുഡ് ബുക്കിലിരിക്കും. അപ്പോൾ അതായത് ജിസലിനെ തന്നെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ഓപ്പണായിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണോ ജിസൽ പറഞ്ഞു വരുന്ന വാക്യം? അതല്ല, ഒരാൾ നോമിനേറ്റ് ചെയ്താൽ ആക്സെപ്റ്റ് ചെയ്താൽ ഓക്കെ ഫൈൻ, യു ഡിഡ് ഇറ്റ്, ഓക്കെ ഐ കറക്റ്റ്. അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതും ഫുഡിന്റെ കാര്യത്തിലല്ല പുള്ളിക്കാരൻ പറഞ്ഞു, അവിടെ ഉണ്ടായ ഒച്ചവേളത്തിന്റെ കാര്യത്തിലാണ് പുള്ളിക്കാരൻ നോമിനേറ്റ് ചെയ്തത്. അത് ലാലേട്ടൻ കുറച്ചും കൂടി ഇതിൽ പറയാമായിരുന്നു. കാരണം വെച്ചെന്നറിയോ, ജിസലിന്റെ സേഫ് ഗെയിമാണ്, ശരിക്കും സേഫ് ഗെയിമാണ്. അതാണ് സേഫ് ഗെയിം. അതായത് ആരുടെ എഗൻസ്റ്റ് പോവാതെ എല്ലാവരും പോക്കറ്റിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ലാസ്റ്റ് വീക്ക് വരെ ഇങ്ങനെ പോകാൻ പറ്റും, ഒന്നും വലിയ റിസ്ക് ഒന്നും എടുക്കാതെ. പുള്ളിക്കാരി ചെയ്യുന്ന ഗെയിം അതാണ്. ഓക്കെ. പിന്നെ പുള്ളിക്കാരി ക്യാരക്ടറും ഒരുവിധം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഫിറ്റായി പോകുന്നതാണ്. അതിൽ ഫേവറേറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജിസലിന്റെ ഫേവറേറ്റ്സ് ഉണ്ട്, അത് 100% ഉണ്ട്. നമുക്കൊക്കെ അറിയാം ഫേവറേറ്റ്സ് ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നുള്ളത്. അതും കൂടുതൽ ആൺപിള്ളേർ തന്നെയാണെന്നുള്ളത് നമുക്കറിയാം. അതാണ് പുള്ളിക്കാരി അങ്ങനെ എല്ലാവരും കെയർ ചെയ്ത് നിർത്തുന്നുണ്ട്, അതങ്ങ് നിന്ന് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. പിന്നെ ബിന്നിയുടെ വിഷയം, ബിന്നിയുടെ ചായപാത്ര വിഷയം ഞാൻ പറയാം. രണ്ടുപേർക്കും തെറ്റുണ്ടെന്ന് ഞാൻ പറയും, സത്യമാണ്. അത് ഒരാൾക്ക് ചോദിക്കായിരുന്നു ചായപാത്രം തരുമെന്ന്, പറഞ്ഞല്ല, ഒരാൾക്ക് കൊടുക്കായിരുന്നു, ചായ വേണമല്ലോ, ചായ വെക്കണമല്ലോ എന്ന് ആ ഒരു ഊഹം വേണ്ടേ. പിന്നെ തലേ ദിവസം തന്നെ വെസൽ ടീം ചെയ്തിട്ടില്ല, അതിൽ മസ്താനിയൊക്കെ ഇൻവോൾവ് ആണ്. അന്നേ ഞാൻ പറഞ്ഞു, 2 ആഴ്ച മുമ്പേ പുള്ളിക്കാരി വെസൽ ക്ലീൻ ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ തൊട്ടാണ് പ്രോബ്ലംസ് ഉണ്ടായി തുടങ്ങിയതെന്നും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ചായ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും അതിൽ തുല്യമാണ്. ആരും അങ്ങനെ ഇന്നസെൻറ്റും അല്ല. പിന്നെ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കുക, 10 പേർക്ക് ചായ ഉണ്ടാക്കുക, കപ്പ് കഴുകാതെ പോവുക, ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. അതിൽ ആരും കപ്പ് കഴുകാത്തും പാത്രം കഴുകാത്തും ആരിനുണ്ട്, നോ ഡൗട്ട്. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, പുള്ളിക്കാരൻ എല്ലാം ചെയ്യും, അത് ശരിയാണ്. ജിസൽ ബാത്റൂം ചെയ്യാത്തപ്പം ആരും പോയി ചെയ്യാറില്ലേ? ആരും ചെയ്യാറുണ്ട്, അതൊക്കെ ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം അറിയാം, ആര്യന്റെ ഈ പോസിറ്റീവ് ഒന്നും കാണുന്നില്ല. ഈ മുഴച്ചു നിൽക്കുന്നതൊക്കെ ഇങ്ങനത്തെ ഈ തരികിട പരിപാടികളാ.
തരികിട അല്ല, എന്താ പറയാ, ഒരു കുസൃതിയാണ് ആള്. അപ്പൊ ആ വികൃതിത്തരമാണ് ആൾക്കാർക്ക് പുറത്തേക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരിക. അതാണ് പ്രശ്നം. ആര്യൻ എന്നുള്ള വ്യക്തിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവൻ പറഞ്ഞല്ലോ, വേപ്പല ഇറങ്ങി ഞാൻ എല്ലാം ക്ലീൻ ചെയ്യും, അതെല്ലാം ചെയ്യും. ആക്ച്വലി അതാണ്. പക്ഷെ വായ കുറച്ച് അടച്ചു വെച്ചിരുന്നെങ്കിൽ, കുറച്ചൊന്ന് വായ അടച്ചിരുന്നെങ്കിൽ, കുറച്ച് ഓവർ ആക്ഷൻ കുറച്ചിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ലാതെ പോവാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് മാത്രം വരുന്നുള്ളൂ പുറത്തേക്ക്. പിന്നെ നെവിൻ ഞാൻ പറയാലോ, നെവിന്റെ കാര്യം ഞാനൊരു കാര്യം പറയാം. നെവിന്റെ കണ്ടന്റ് ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു. മീൻസ് സെയിം സാധനം റിപ്പീറ്റേറ്റീവ്, സ്റ്റീലിംഗ് ഫുഡ് എടുത്തോണ്ടും പോവാ, പഞ്ചസാര കട്ട് തിന്നുക, മറ്റേ കട്ട് തിന്നുക. ഇതൊക്കെ ബോറടിച്ചു ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാണണ്ടേ? ദിസ് ഇസ് നോട്ട് എൻ്റെ സീസൺ. നെവിൻ ഇത് തന്നെയാണോ ചെയ്യാൻ പോകുന്നത്? നെവിന്റെ കണ്ടന്റ് ഇത് തന്നെയായിരിക്കോ? കട്ട് തിന്നലും കിച്ചണിൽ സാധനം മോഷ്ടിക്കലും ഇത് തന്നെയാണോ നെവിന്റെ പ്ലാൻ? അങ്ങനെയാണെങ്കിൽ ഇത് വെരി ബാഡ് പ്ലാൻ എന്നേ ഞാൻ പറയുള്ളൂ. അത് ഒരാഴ്ച ഇരിക്കുക, എപ്പോഴെപ്പോഴും ആൾക്കാർക്ക് അത് ഇഷ്ടമാവണമെന്നില്ല. ഇപ്പൊ ലാലേട്ടൻ തന്നെ അത് മോശമായിട്ട്, ശരിയാണ്, അത് ഭയങ്കര ഒരു റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ആണ്. വൈ വുഡ് യു വാച്ച് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്? ബോറടിക്കത്തില്ലേ? അപ്പം നിവിൻ അത് മാറ്റി, ഇപ്പോഴെങ്കിൽ നിവിൻ ഗെയിം മാറ്റണം. ഇപ്പം ഗെയിം മാറ്റുന്ന തരത്തിലാണ് എല്ലാവരുടെ ബെഡിൽ പോയി കിടക്കുന്നത് കാണിച്ചത്. അതല്ല നിവിൻ ഗെയിം. സംസാരിച്ച് ആൾക്കാരുടെ അഗെയിൻസ്റ്റ് നിൽക്കാനായിട്ട് പറ്റണം. അതാണ് ഗെയിം. അത് നിവിൻ ചെയ്യുന്നില്ല. നിവിൻ അവിടെ എന്താണ്, ജിസലിനടുത്ത് പറയും ഞാൻ പാത്രം കഴുകില്ല, അത് ചെയ്യില്ല, ഡ്യൂട്ടി ചെയ്യില്ല. അതൊന്നും ശരിയല്ല. അതൊക്കെ ചെയ്ത് പോവാൻ, ഡ്യൂട്ടി ചെയ്ത് പോകാനല്ലേ പാട്. എല്ലാവരും അങ്ങനെ പറയാൻ പോയാൽ എന്ത് ചെയ്യും? അത് ലാലേട്ടൻ ചോദ്യം ചെയ്തത് നന്നായി, അതെനിക്കിഷ്ടമായി. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്ന് ഉണ്ടായിട്ടുള്ള. വേറെ വലിയ വിഷയം ഉണ്ടാന്ന് വെച്ചാൽ ഇല്ല. പിന്നെ നമ്മുടെ സാബുമാൻ നിന്നുപോയി. പുള്ളിക്കാരൻ പറഞ്ഞ എനിക്ക് സാബുമാൻ്റെ ഒരു കാര്യം പറയാം. ആരാണ് സാബുമാനൊക്കെ വോട്ട് ചെയ്യുന്നത്? അല്ല, പുള്ളിക്കാരൻ എന്താ വെച്ചാലും പുള്ളിക്കാരൻ ചെറിയ പോയിന്റ് പറയുള്ളൂ. ഇപ്പൊ പറഞ്ഞ അനു ഹിപ്പോക്രാറ്റാന്ന് പറഞ്ഞു. അനു എന്നുള്ള കണ്ടസ്റ്റന്റിന് കുറെ ഫാൻ ബേസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോയി കൂടെ ഇരുന്ന ആളല്ല സാബുമാൻ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാബുമാൻ അനുവിൽ നിന്ന് മാറി നിന്ന്, ആ സാബുമാൻ എല്ലാവരും നോക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. എനിക്ക് എല്ലാവരോടും സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എല്ലാവരും പോയി ഇങ്ങനെ നോക്കി, അത് കണ്ടന്റ് മുഴുവൻ വരില്ലായിരിക്കാം. പക്ഷെ പുള്ളിക്കാരൻ പറയുന്ന, ഇപ്പൊ പുള്ളിക്കാരൻ്റെ അഭിപ്രായം ചോദിച്ചാൽ അനുമോളുടെ ഗെയിമിനെ കുറിച്ച് പുള്ളിക്കാരൻ കറക്റ്റായിട്ട് ആ അഭിപ്രായം പറയും. അത് നെഗറ്റീവ് ആവും പോസിറ്റീവ്. അനുമോളുടെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തന്നെ പറയും, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് തന്നെ പറയും. അങ്ങനത്തെ ഒരു വ്യക്തിത്വം ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. പിന്നെ നോമിനേഷൻ സമയത്ത് പറഞ്ഞല്ലോ, അനുമോൾ നീ ഒരു ഹിപ്പോക്രാറ്റ് ആണെന്ന്. അത് കറക്റ്റ് ആണല്ലോ. അനുമോൾ ഉണ്ടാക്കുന്ന ഇഷ്യൂസ്, അനുമോൾ കംപ്ലൈന്റ് പറയുന്ന അതേ ഇഷ്യൂസ് അനുമോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഹിപ്പോക്രസി. അതാണ് പുള്ളിക്കാരൻ അത് എടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൾക്കാർക്ക് ഒരുപാട് വലിയ സംഭവമൊന്നും വേണമെന്നില്ല. ചെറിയ വാക്കുകൾ വന്നാൽ പോലും ആൾക്കാർക്ക് അത് വളരെ സന്തോഷം തോന്നും. അല്ലാതെ ഒരുപാട് കിടന്ന് ഒച്ചയെടുത്ത് ബഹളം ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ കാട്ടിക്കൂട്ടിയാലും കാര്യമില്ല. ആ കണ്ടന്റിന് വാല്യൂവും ഒരു നമുക്ക് കണ്ടിരുന്ന അയ്യേ ഇതെന്താന്ന് തോന്നരുത്, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ നിന്നത്. ബാക്കി ഈ കുക്കി കേസും എല്ലാം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വേറെ ഒന്നും വലിയ കാര്യത്തില്ല. ഇനിയെങ്കിലും കണ്ടസ്റ്റൻസെ കണ്ടന്റ് കൊടുക്ക്. ദയവേത് ഇനി പിച്ചിയും മാന്തി പുതപ്പ് കട്ടില് എന്നൊക്കെ പറഞ്ഞ് വരരുത്. ദയവേത് വരരുത്. അങ്ങനത്തെ കണ്ടന്റുകൾ ശരിക്കും കഷ്ടമാണ് കേട്ടോ, കഷ്ടമാണ്. അപ്പൊ പ്ലീസ് നിങ്ങൾ കുറച്ച് മെച്ചുവേർഡായിട്ട് കളിക്കുക, കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കളിക്കുക. പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് കളിക്കുക. അല്ലാതെ നിങ്ങൾ വെറുതെ വിദ്വേഷം വെച്ച് കളിക്കാതെ കറക്റ്റ് പോയിന്റ് പറഞ്ഞ് അപ്പുറത്തും വരുന്ന ആളുടെ കറക്റ്റ് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞ അയാളെ എന്താ പറയുക ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് അത് പറഞ്ഞ് കളിക്കുക, ഇന്റലിജന്റ്ലി കളിക്കുക. ഇന്ന് ലാലേട്ടൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, യൂസ് യുവർ ബ്രെയിൻ. ഈ സീസണിൽ ഒറ്റണം ബ്രെയിൻ ഒരു സാധനം യൂസ് ചെയ്യത്തില്ല. എനിക്കത് കാണുമ്പോൾ ചിലപ്പം ബ്ലെസ്ലിനെ ഓർമ്മ വരും. സീസൺ 4 ബ്ലെസ്ലി. ഓ മൈ ഗോഡ്, ആ മനുഷ്യൻ ബ്രെയിൻ കൂടുതലായിരുന്നു യൂസ് ചെയ്യുന്നത്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അയാൾ യൂസ് ചെയ്തിരുന്നു. ആ ടാസ്ക് ലെറ്റർ ഒക്കെ വായിച്ച് മനസ്സിലാക്കി കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ അതൊന്നും ഇല്ല. ഇവിടെയൊക്കെ ഒരു ഗസ്റ്റ് വർക്കിൽ പോകുന്നതാണ്. പ്ലീസ് യൂസ് യുവർ ബ്രെയിൻ ആൻഡ് പ്ലേ. ഞങ്ങൾക്കൊക്കെ റിവ്യൂ ചെയ്യുമ്പം എന്തെങ്കിലും പറയാൻ നല്ലതും കൂടി താ. ഞങ്ങൾക്ക് ഈ മോശം പറഞ്ഞ് മടുത്തു സത്യമായിട്ട്. നല്ലൊരു സാധനം താ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കൊല്ലം റിവ്യൂ സ്റ്റാർട്ട് ചെയ്ത ശേഷം എനിക്ക് നല്ലത് പറയാനില്ല. എന്താ നല്ലത് പറയാൻ? ഒക്കെ ഇങ്ങനെ ചീഞ്ഞ കുറെ കണ്ടന്റ്, ചീപ്പ് കണ്ടന്റ് എന്നേ എനിക്ക് പറയാനുള്ളൂ. പ്ലീസ് ഗീവ് അസ് ഗുഡ് കണ്ടന്റ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കൊടുക്ക്, വേറെ എന്തെങ്കിലും ടാസ്ക് നല്ലത് വരട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ
ബൈ.